ഒക്കെ എന്നെ പറഞ്ഞാൽ മതി. ഞാനല്ലാണ്ട് ഈ പണിക്ക് നിന്നപ്പോഴോ ആണായിട്ടും പെണ്ണായിട്ടും ആകെ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. അതിന് പഠിച്ചോണ്ട് ഭാഗത്തുനിന്ന് ഒരു കൂലി കിട്ടിക്കോട്ടെ പറഞ്ഞാണ് ഇങ്ങനെ ചെയ്തത്. അതിപ്പോ എനിക്ക് വേണ്ടിക്കാറുന്നില്ല ആ നായി. വെറുതെ അല്ല പണ്ടുള്ളവർ പറയുന്നത് ഒരു കുടുംബത്തിന്റെ ബർക്കത്ത് എന്ന് പറയുന്നത് ആ വീട്ടിലെ പെണ്ണുങ്ങളാണ് എന്ന്. ഈ സാധനം എന്നും ഇങ്ങോട്ട് വന്ന് കയറിയോ അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും ശ്രദ്ധിച്ച് നടക്കണ എനിക്ക് ഇങ്ങനെയൊക്കെ വരാനുണ്ടോ? ഉമ്മ ഇത് ഈ തൈലം തേച്ചോളി. ഞാൻ എപ്പോഴും പറയലുള്ളതല്ലേ ഉമ്മാന്റെ അടുത്ത് ബേക്കറിക്ക് പോകുമ്പോ നോക്കണമെന്ന്. അവിടെ നല്ല വഴുക്കലുണ്ടേ. ഓ അപ്പൊ കുറ്റം മുഴുവൻ എന്റെ ആയില്ലേ? നിന്റെ അടുത്ത് ഞാൻ ഒരു 1000 വട്ടം പറഞ്ഞിട്ടില്ലടി ഞാൻ എണിച്ചു വരുമ്പോ എന്റെ മുമ്പിലൊന്നും വന്ന് നിൽക്കണ്ടെന്നുള്ളത്. എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല. പിന്നെയും വന്ന് നിൽക്കും കുന്തം പോലെ മുമ്പില്. നിന്റെ മുഖം എന്ന് കണ്ടിട്ട് എണിച്ചു വന്നോ അന്നൊക്കെ എനിക്ക് ഇതുപോലെ എന്തെങ്കിലും കിട്ടിയിട്ടുമുണ്ട്. അല്ലോ ഏത് നേരത്താണാവോ ഇതിനും കൂടി കിട്ടിയെടുക്കാൻ തോന്നിയത്. ഭക്ഷണം കേട്ടത് എന്റെ സുബൈദ. ഞാൻ രാവിലെ എണിച്ചിട്ട് ഒന്ന് പല്ല് തേച്ച് മുഖം കഴുകട്ടെ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകാൻ നിന്നതാണ്. അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് കാലം എടുത്തു വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. ഇടുപ്പും കുത്തി താഴെ കിടക്കണം. എന്റെ ഇടുപ്പിന്റെ പണിയൊക്കെ ഒരുങ്ങിയെന്നാ വിചാരിച്ചത്. എന്തൊരു വേദനയായിരുന്നു എന്നറിയോ? അല്ലാ കണ്ണൊന്ന് പൊന്നീച്ച പാറി. എന്നാലും എന്റെ റഷ്യയെ നോക്കി നടക്കണ്ടേ നീ? എവിടെങ്കിലും വീണ് വല്ല എല്ലിനും വല്ല കംപ്ലൈന്റ് പറ്റിയതാണെങ്കിലോ എന്നാ പിന്നെ 5-6 മാസം ഒക്കെ തന്നെ കടക്കായിരുന്നു നിനക്ക്. എന്ത് ശ്രദ്ധിക്കുന്ന സുബൈദ നീ പറയുന്നത്? പെണ്ണുങ്ങളായാലും ദിവസവും വീടും പരിസരവും ഒക്കെ അടിച്ചു വൃത്തിയാക്കി നല്ല ചിട്ട പോലെ ആക്കി വെക്കണം. അതിനൊന്നും ഇവിടെയുള്ള പെണ്ണ് ഒരു നേരമില്ല. നീ അടുക്കള ഭാഗത്തൊന്ന് പോയി നോക്കി നോക്ക്. വഴുക്കിയിട്ട് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. ആ കോലത്തിലാണ് കറക്കണത്. ഇതൊക്കെ ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് വേണോ ചെയ്യാന്? ചെയ്യും. ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കുടുംബത്തിൽ നല്ല തന്തന്റെയും തള്ളന്റെയും കൂടെ വളർന്നിട്ടുള്ള ശീലം വേണം. ഇതിന് വല്ലതും ഉണ്ടോ അതൊക്കെ? ഇത് ഓർമ്മ വെച്ച കാലം മുതൽ കണ്ടവന്റെ സാതാപം കൊണ്ടും ഉണ്ടിട്ടും തിന്നിട്ടും വളർന്നിട്ടുള്ള ശീലല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. എന്താ കാട്ടുന്നു എന്റെ ആ ചക്കന്റെ മണ്ടവിധി. അല്ലാണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. സഹിക്കന്നെ, വേറെ വഴിയൊന്നുമില്ല. ചായ കുടിച്ചോളി. ചോറും ചാറും വെക്കുന്ന കാര്യം പിന്നെ പറയാതിരിക്കേ ഭേദം. ചായ എങ്ങനെയുണ്ട്? ആ കൊഴപ്പല്ല. ആ ഇതന്നെ കോലം. ഒന്നും വായിൽ വെക്കാൻ കൊള്ളില്ല. എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളം വെച്ച് വെക്കുന്നത് കാണാം. മീൻചാറൊക്കെ വെച്ച കോലം കാണണം നീ. ഉപ്പും ഉണ്ടായില്ല, മുളകും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഒരു പുളിവെള്ളം. ഈ പിച്ചം പിച്ചം സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടേ ഒന്നും ഇങ്ങനെ എടുത്ത് പെരുമാറാൻ അറിയില്ലല്ലോ. ഈ ദാരിദ്ര്യല്ലേ കണ്ട് ശീലിച്ചിട്ടുള്ളൂ. എന്താ ചെയ്യണ ഞാൻ എന്നിട്ട് പറയും ചെയ്യും നിന്റെ അടുത്തേ. നീ സാധനങ്ങളൊക്കെ കണ്ടമാനം ഇട്ട് പെരുമാറിക്കോ, ഒരു കുഴപ്പമില്ല, ഇവിടെ സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയും. എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ അതന്നെ ചെയ്യുള്ളൂ അവള്. എന്താ പണ്ട് പിന്നെ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ? അപ്പൊ പിന്നെ എടുക്കാൻ പേടിച്ചിട്ടായിരിക്കും വേണമെങ്കിൽ. എന്നാലും എന്റെ റഷ്യ ഈ കുട്ടി ഒരു പാവ തോന്നണല്ലോ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറുത്ത് ഒരു വാക്കും പറയാണ്ട് നിന്നു. അത് പാവട്ടോ. സമ്മതിക്കണതിനെ. ആ കേക്കണം. അല്ലാണ്ട് പിന്നെ എന്റെ അടുത്ത് മറുത്ത് പറയാൻ വരേ അവള്? ആ എന്നാ പിന്നെ പറഞ്ഞത് അവൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ആരടുത്ത് അവള് സങ്കടവും സാക്ഷിയൊക്കെ പോയി പറയുന്നത്? ആരെങ്കിലും ഉണ്ടോ പറയാന്? അവൾക്ക് അറിയാം ഒക്കെ സഹിക്കാനും നിവൃത്തിയുള്ളൂ എന്ന്. അതിന് തല്ലി കൊണ്ടാൽ ഒരു പട്ടിയും ചോദിക്കാൻ പറ്റില്ല. നിന്റെ മകനക്ക് പെണ്ണ് നോക്കണെന്ന് പറഞ്ഞില്ലേ? ഇതുപോലെ ഒന്ന് പോയി പെടാൻ നിൽക്കണ്ടാട്ടോ നീ. 1-2 കൊല്ലം തെരഞ്ഞു നടന്നാൽ ഒരു കുഴപ്പമില്ല. നല്ലതിന് കിട്ടിയാൽ മാത്രം കെട്ടിച്ചാൽ മതി. മണ്ടയിലായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എന്താ ചെയ്യണ ഇവളെ? പെൺകുട്ടികളൊന്നും കിട്ടാൻ വഴിയില്ലല്ലോ. പെൺകുട്ടികൾക്ക് ഡിമാൻഡ് കൂടിയ കാലല്ലേ ഇപ്പൊ. നിനക്ക് അറിയില്ല ഇപ്പൊ ഇവനക്ക് തന്നെ ഇപ്പൊ 10-100 എണ്ണത്തിനെ പോയി കണ്ടിട്ടുണ്ട്. അതിന് നമ്മളെ ഏതെങ്കിലും അങ്ങോട്ട് പറ്റിയാലും ഒന്നിനെങ്കിലും ഇങ്ങോട്ട് പറ്റിയിട്ടില്ല. പെണ്ണുങ്ങൾക്കൊക്കെ ജോലിക്കാരനെ മതിയേ. ഇവന് ഡ്രൈവറും അല്ലേ. 35 വയസ്സും കഴിഞ്ഞു. ഇനിയും കെട്ടിക്കാണ്ടിരുന്നു പറഞ്ഞാ മറ്റേ ആ ജാഫർ നടക്കുന്ന കണ്ടില്ലേ? പെണ്ണുമില്ല, പടക്കോടിയില്ല, കുറുമ്പുമില്ല, ഒന്നുമില്ലാണ്ട് അതുപോലെ നടക്കേണ്ടി വന്നാലോ എന്ന് പറഞ്ഞ് ആലോചിച്ച് ആവലാതി കുറിച്ച് നടക്കായിരുന്നു ഞാന്. അപ്പോഴാണ് ആ ബഷീർ പറയുന്നത് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട് എന്നുള്ളത്. അപ്പൊ എന്തായാലും ഒന്ന് പോയി നോക്കാം, പറ്റിയെങ്കിൽ കെട്ടിക്കാലോ എന്ന് പറഞ്ഞ് പോയി നോക്കിയതാണ്. നോക്കുമ്പോഴേക്കും ചെക്കൻ ഇങ്ങനെ പറ്റാനില്ല. അതന്നെ മതി എന്നുള്ളത് പിടിവാശിയായി. അപ്പൊ എന്തോ ഇങ്ങോട്ട് തൊല്ല പോട്ടെ പറഞ്ഞ് ചെയ്തു കൊടുത്തതാണ് കേട്ടോ. എനിക്ക് ഈ കല്യാണം നടത്തുമ്പോ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നല്ല. എന്താ പറഞ്ഞാൽ ഈ പെണ്ണിന്റെ ചെല്ലും ചെലവും പേറും പെറുപ്പും ഒക്കെ നമ്മൾ തന്നെ അറിയണ്ടേ? ആരെങ്കിലും ഉണ്ടോ ഒന്ന് കയ്യിൽ വെച്ച് തരാൻ? എന്നാ വെച്ചോളി, അവൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട്. ഒന്നുമില്ല. ഈ കല്യാണം കഴിഞ്ഞ് വരുമ്പോ തന്നെ ഒന്നുമില്ല ഇവിടെ. കാതിൽ 2 കടുകുമണി പോലെയുള്ള 2 കമ്മലിട്ടിട്ടാ വന്നിക്കുന്നത്. കാണാൻ തന്നെയല്ല, അത് സ്വർണ്ണം തന്നെയാണ് ആവോട്ടോ. അതെ, ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു 4-5 പവനൊക്കെ ഉണ്ടാവുന്ന വിചാരിച്ചു കേട്ടോ. എത്തിങ്ങാനത്തെ കുട്ടിയാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും ഒക്കെ പിരിവെടുത്തിട്ടോ സഹായിച്ചിട്ടൊക്കെ കൊടുക്കുമല്ലോ. അതാ ഇപ്പൊ കോലം. അതാ ഞാൻ പറയുന്നത്. അങ്ങനെയൊന്നും പോയി വീഴാൻ നിക്കണ്ട. ഞാൻ ചെയ്ത പോലെയുള്ള ഇതൊന്നും കണ്ണീരായി ഒന്നും ചെയ്യാൻ നിക്കണ്ട നീന്ന്. ഞാൻ അതാ പറയാൻ കാരണം. പെട്ട് കഴിഞ്ഞാൽ പിന്നെ മണ്ടേ കുടുങ്ങിയിട്ടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കിയിട്ട് കണ്ടൊക്കെ ചെയ്താൽ മതി. കെട്ടിയില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? കെട്ടിയാലല്ലേ ഉള്ളൂ. ഇതുപോലൊന്ന് വന്ന് കേറിയ കുടുംബത്തിൽ കേറിയ പിന്നെ നശിച്ച തന്നെ.
എന്താ ചെയ്യുന്നതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പെൺകുട്ടികളെ കിട്ടാനില്ലല്ലോ ഇവിടെ. ഓ, വല്ലാത്തൊരു കാലല്ലേ ഇപ്പൊ, പെൺകുട്ടികളെ കിട്ടാനില്ല. ഓ, അങ്ങനെ പോയി പെട്ടതാണ്. കെട്ടിയില്ലെങ്കിൽ കെട്ടിയില്ലാന്നുള്ളൂ കേട്ടോ. ഇങ്ങനെയൊന്നും പോയി പെടാണ്ടിരിക്കുക പേരം. അയ്യോ, എങ്ങനെ ഇപ്പൊ ഈ കൂട്ടാൻ ചട്ടി പൊട്ടിയത്? നല്ലൊരു ചട്ടിയായിരുന്നു കേട്ടോ. ഉമ്മ, ഞാനത് കഴുകണ സമയത്ത് പൊട്ടിയതാണ്. എന്താ ചെയ്യണ്ടെന്ന് അറിയണ്ടായപ്പോ അങ്ങനെ വെച്ചതാ. എന്നാലും നീ വല്ലാത്തൊരു സാധനമാണ് കേട്ടോ. നീ തൊട്ടതൊക്കീ നശിപ്പിച്ചുകൊണ്ടാണല്ലോ. എന്ത് നല്ല ചട്ടിയായിരുന്നു. എന്നാലും ഞാൻ പൂതിപ്പെട്ട് വാങ്ങിയതാണ് കേട്ടോ. ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ചിട്ടുള്ളൂ ഞാൻ. അപ്പോഴേക്കും പൊട്ടിക്കാൻ എളുപ്പമായി അവൾക്ക്. വെറുതെ നിന്റെ തന്തയും തളയും നേരത്തെ കാലത്ത് അങ്ങ് കെട്ടിയെടുത്തത്. നീ തല കണ്ടപ്പോ തന്നെ അത് പോയിട്ടുണ്ടാവും. ക്ഷണം കെട്ടത് തൊട്ടതൊക്കീ മുടിപ്പിച്ചുകൊണ്ടാണ്. എന്തിനാ അമ്മക്കൊന്നും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്നെ കല്യാണം കഴിക്കാൻ നിന്ന്? എനിക്ക് ഉമ്മയും വാപ്പയും ഇല്ലാത്ത സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ എന്നെ എന്തൊക്കെ ഒരു വാക്കാ പറയണെന്ന് അറിയോ? എനിക്ക് ഉമ്മാനെ കാണുമ്പോ തന്നെ പേടിയാവാണ്. ഈ വീട്ടിൽ എന്തെങ്കിലും ചെയ്യുമ്പോ തന്നെ എനിക്ക് പേടിയാണ്. ശരി ഏതാ തെറ്റ് ഏതാന്ന് അറിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ എനിക്ക്. വയസ്സും പ്രായമായ ഉമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല അവർക്ക് വിട്ടാൽ മതി. നിൻ്റെ കൂട്ടവും കേട്ടിട്ട് ഉമ്മാൻ്റെ അടുത്തൊക്കെ പോയി ചോദിച്ചിട്ടേ ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇതൊക്കെ ഒന്ന് നീ കണ്ണടച്ച തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനൊക്കെ ഇങ്ങനെ വെറുതെ വന്ന് കരഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ ശരിയാവുക? നീ അതേ കരച്ചിലും നിർത്ത്. എന്തായാലും എനിക്കിന്ന് ലീവാണ്. നീ ഒരു കാര്യം ചെയ്യ്, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. എന്തായാലും നിനക്ക് ഇടാൻ ഡ്രസ്സൊന്നും ഇല്ലല്ലോ. രണ്ടാൾക്കും കൂടെ പോയിട്ട് ഡ്രസ്സും എടുത്തൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. ആ, നീ പോയിട്ട് ഉമ്മാൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട് വാ. ഉമ്മ എന്താണ്? ഇക്കാക്ക് ഇന്ന് പണിയൊന്നും ഇല്ല അത്രേ. ഒന്ന് പുറത്തു പോയിട്ട് വരാന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ പോയിട്ട് വരട്ടെ? എന്തിനാണാവോ? അല്ല, എനിക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സൊന്നും ഇല്ലേ, അപ്പൊ അതൊന്നും എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസമായിട്ടുള്ളൂ. അതിന്റെ തന്നെ ബാധ്യത തീർന്നിട്ടില്ല അവന്റെ. ഇപ്പൊ അതിന്റെ പുറമെ നിനക്ക് മേൽക്കുമേലെ ഡ്രസ്സ് കൊടുക്കണോ? അവന്റെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടാകുമോ? എങ്ങനെ ചെയ്ത വല്ല ബുദ്ധിമുട്ടാകുമോ എന്നുള്ള ഒരു ചിന്തയില്ല അവൾക്ക്. പറയണതിന് മുന്നേ ചാടി പുറപ്പെട്ടിക്കണം അവള്. ഞാൻ പറഞ്ഞതല്ല, ഇക്കനെ പറഞ്ഞതാണ്. അവൻ അങ്ങനെ പറയുമ്പോഴേക്കും നീ ശരിയെന്നല്ല പറയേണ്ടതേ. എനിക്ക് ഇടാനൊക്കെ ഉണ്ട്, ഇപ്പൊ ഒന്നും വേണ്ട വെക്കാന്ന് പറയണം. അങ്ങനെയാണ് നല്ല പെൺകുട്ടികൾ ചെയ്യുക. എന്തായാലും ഇപ്പൊ അവനക്കൊന്ന് ലീവാണെന്നല്ലേ പറഞ്ഞത്? ആ തൊടിയിൽ നിറയെ തേങ്ങ വീട് കിടക്കുന്നുണ്ട്. രണ്ടാളും കൂടി പോയിട്ട് അതൊക്കെ ഒന്ന് പെറുക്കി കൂട്ടി വെക്കാൻ നോക്കി. അന്ന് ഞാൻ പോയിട്ട് പറയാം. അരയ്ക്കാൻ പാകുള്ളതൊക്കെയും ചാക്കിലാക്കി വെക്ക്. ബാക്കി വെള്ളം പറ്റിയതൊക്കെ ചേറ്റേന്ന് തോണ്ടിയിട്ട് ഉണങ്ങാണ്ടുള്ളതാണ് കേട്ടാ. അങ്ങനെയുള്ള വല്ല പണികളും ചെയ്യാൻ നോക്ക്. അല്ലാണ്ട് ഒഴിവുണ്ടാകുമ്പോഴേക്കും ജാലിക്ക് പോകുകയല്ലേ രണ്ടാളും കൂടിയിട്ട്. എന്താ ഒരു ഉഷാറ് നോക്കാം അവൾക്ക് കറങ്ങാൻ പോകാന്. അതിന് എങ്ങനെയാണ് പണ്ടും പിന്നെ പോയിട്ടുള്ള വല്ല ശീലവും വേണ്ടേ? ഒരിക്കൽ പോയാൽ മതി, പിന്നെ അതന്നെ അങ്ങോട്ട് ശീലാവുള്ളൂ. നീ ചാക്കൊക്കെ എടുത്തിട്ട് എവിടേക്കാ പോണു കുട്ടിയെ? തൊടിയിൽ തേങ്ങ വീണിട്ടുണ്ടെന്ന് പറഞ്ഞു ഉമ്മ. ഞാനൊക്കെയും കൂടി പെറുക്കാൻ പോവാണ് വാപ്പ. ഇതൊന്നും നീ ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ അവനും കൂടെ പോയിട്ട് പെറുക്കി എടുത്തിട്ട് വരാം. നിനക്ക് ഒന്നും ചെയ്ത് ശീലമില്ലാത്തതല്ലേ. അത് സാരില്ല വാപ്പ, ഞാനും കൂടി വരാം. ഉമ്മാനെ പേടിച്ചിട്ടാണല്ലേ? അവള് നിന്നെ ഇവിടെ നല്ലോണം കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണൊക്കെ ഉണ്ട്. സാരല്ല, ഇനിയിപ്പോ നീ വരാൻ നിൽക്കൊന്നും വേണ്ട. അവള് വന്ന് ചോദിച്ചാലേ ഞാനാ വരണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞോ കേട്ടോ. ആ, എന്താണ് നീ ഇവിടെ തന്നെ നിൽക്കുന്നത്? നീ എന്താ പോയില്ലേ അപ്പോ? വാപ്പ എന്റെ അടുത്ത് പോണ്ടാന്ന് പറഞ്ഞു ഉമ്മ. അപ്പൊ അതാണല്ലേ വാപ്പാന്റെ അടുത്ത് ഇത്ര നേരം കൊച്ചു കുശു പറഞ്ഞുകൊണ്ട് നിൽക്കണ്ടായിരുന്നത്? നീ ആ തന്തനെ കൂടി സോപ്പിട്ട് കയ്യിലാക്കാൻ നോക്കണേ അല്ലേ? നാണം കെട്ടവള്. ആൾക്കാരെയും കൊണ്ട് വരണം പറയിപ്പിച്ചാണ്ടല്ലോ. എന്തൊക്കെയാ ഉമ്മ നിങ്ങൾ പറയണത്? എന്താടി പറഞ്ഞ കുഴപ്പം? നിന്നെ കണ്ടാൽ തന്നെ അറിയടി നീ ആള് ശരിയല്ലാന്ന്. ഞാൻ എത്തിയങ്കാനൊക്കെ തിരിച്ചു പോകണിട്ടക്ക. ഞാൻ അവരടുത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നാളെ അവരെന്നെ വിളിക്കാൻ വരും. നീ വെറുതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഇല്ലക്ക, ഞാൻ ഈ വീട്ടിൽ നിന്നാലേ ഇവിടെ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. ഇക്കാന്റെ ഉമ്മാക്ക് എന്ന് പറഞ്ഞ കാണുന്നത് തന്നെ തീർച്ചയാണ്. ഉമ്മാന്റെ ആഗ്രഹം പോലെയൊക്കെ നല്ലൊരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കും. നിന്റെ കാര്യം പറഞ്ഞിട്ട് ഉമ്മാനെ വിഷമിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ. ഞാൻ പോയി പറഞ്ഞ ഉമ്മാക്ക് സങ്കടമൊന്നും ഉണ്ടായില്ല. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കണം പറഞ്ഞ കാത്തിരിക്കുന്നത്. അതെനിക്കറിയാം. എന്റെ കുട്ടിനെ ഞാൻ കൊറേ ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊന്നും മനസ്സിൽ വെക്കാണ്ട് എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോഴേക്ക് നീ ഓടി വന്നല്ലോ. എനിക്ക് സന്തോഷായി ട്ടോ. ആരും ഇല്ലാത്ത എനിക്ക് കുറച്ച് ദിവസത്തിനാണെന്നുണ്ടെങ്കിലും ഉമ്മാന്നും ബാപ്പാന്നും വിളിക്കാൻ നിങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ പോയിട്ടാണെങ്കിലും നിങ്ങളെ കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസമെങ്കിലും എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് എന്നാലും ഉമ്മാന്റെ ഈ അവസ്ഥ കാണുമ്പോ ആകെ സങ്കടം തോന്നുകയാണ്. എന്താ ഡോക്ടർ പറഞ്ഞുമ്മ? എന്റെ രണ്ട് കാലും തളർന്നിക്കാ മോളെ. എനിക്കിനി പണ്ടത്തെ പോലെ എണിച്ച് നടക്കാനൊന്നും പറ്റില്ല.
ഡോക്ടർ അങ്ങനെ പറഞ്ഞിരിക്കണ്. നിന്റെ അടുത്ത് ചെയ്ത് കൂട്ടിയ തെറ്റിനൊക്കെ പഠിച്ചോ തന്ന ശിക്ഷയാണത്. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ എന്റെ അടുത്ത് ക്ഷമിക്ക്. അമ്മ അതന്നെ ആലോചിച്ച് വെറുതെ വിഷമിക്കണ്ടേ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ഡോക്ടറിനെ കാണിക്കാം. അമ്മ പെട്ടെന്ന് തന്നെ എണിച്ച് നടക്കും, എനിക്കത് ഉറപ്പാണ്.